സയൻസ് സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐസർ അഡ്മിഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇന്ത്യയിൽ 7 ഐസറുകളാണ് ഉള്ളത്. ഐസർ പൂനെ, ഐസർ കൊൽക്കത്ത, ഐസർ മൊഹാലി, ഐസർ ഭോപ്പാൽ, ഐസർ തിരുവനന്തപുരം, ഐസർ തിരുപ്പതി, ഐസർ ബെർഹാംപൂർ എന്നിവയാണവ. അപ്പൊ ഇവിടത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ ഇപ്പോഴും വിളിച്ചിരിക്കുകയാണ്. ഈ എല്ലാ ഐസറുകളും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളാണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് ഐസർ ഡിഫറെന്റ് എന്ന് നോക്കാം. ഒന്നാമത് നമ്മുടെ ട്രഡീഷണൽ ആയ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ PG കോഴ്സുകളൊക്കെ ക്ലാസ് ബേസ്ഡ് മാത്രമായിരുന്നു. ഈ ഐസറിലുള്ള കോഴ്സുകൾ റിസർച്ച് ബേസ്ഡ് ആണ്. അതായത് +2 കഴിഞ്ഞ് വരുന്ന കുട്ടി, അതായത് BSc 1ാം വർഷം മുതൽ തന്നെ റിസർച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. ഐസറുകളിലുള്ള ലബോറട്ടറിയിൽ, അതായത് റിസർച്ച് സയന്റിസ്റ്റിന്റെ ലാബിൽ അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള അവസരം നൽകുന്നു. അത് കോഴ്സ് നടക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് കൂടാതെ ഈ കോഴ്സിന്റെ സെമസ്റ്റർ ബ്രേക്കുകളിൽ കുട്ടികൾ അങ്ങനെ ചെയ്യാം. അതായത് ഐസറുകൾ ചെയ്യാം, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത് ചെയ്യാനുള്ള അവസരമുണ്ട്. രണ്ടാമത്തത് എക്സ്പോഷർ ടു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഇന്റർനാഷണൽ എക്സ്പേർട്സ് എന്നുള്ളതാണ്. ഐസറുകളിൽ ഓൾമോസ്റ്റ് എവറി ഡേ എന്ന നിലയ്ക്ക് ഇന്റർനാഷണൽ എക്സ്പേർട്സ് ഇവിടെ വരുന്നുണ്ട്. അവർ അവരുടെ റിസർച്ചിനെ കുറിച്ച് സംസാരിക്കും. കുട്ടികൾക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ഇന്ററാക്ഷൻ വഴി അവർ ഭാവിയിലേക്ക് PhD പൊസിഷനൊക്കെ ആയ പല പല കേസുകളും അങ്ങനെയുണ്ട്. അപ്പോൾ എപ്പോഴും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കണ്ടുപിടുത്തമൊക്കെ കുട്ടികളെ അറിയുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിസർച്ച് കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഇല്ല. ആർക്ക് വേണ്ടിയാണ് ഐസർ? എങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഐസർ? ഒന്നാമത് സയൻസിൽ താല്പര്യമുള്ള കുട്ടികളായിരിക്കണം. ജസ്റ്റ് മാർക്ക് വെച്ചിട്ട് ഇപ്പൊ സയൻസിൽ കൂടുതൽ മാർക്കുണ്ട്, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിക്കൊക്കെ നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് സയൻസിലേക്ക് പോവാം എന്നുള്ള ധാരണ തെറ്റാണ്. ശരിക്കും സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ മാത്രമേ ഐസറിലേക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത് ജിജ്ഞാസകളായിരിക്കണം, ക്യൂരിയോസിറ്റി ഉണ്ടാവണം. എന്തെങ്കിലും കാണുമ്പോഴും അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോഴും എപ്പോഴും ആ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലെങ്കിലും ആ ചോദ്യം ഉണ്ടാവണം. അപ്പൊ ജിജ്ഞാസകളായിരിക്കണം, ക്യൂരിയോസിറ്റി ഉണ്ടാവണം. പിന്നെ അനലിറ്റിക്കൽ പവർ ഉണ്ടാവണം. നമ്മളൊരു കാര്യം പഠിച്ചാൽ, ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ അത് പല സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഒരു ബേസിക്കലി ഒരു ചെറിയ കുഞ്ഞ് സയന്റിസ്റ്റ് തന്നെയായിരിക്കണം ഇവിടെ വരുന്ന കുട്ടികൾ. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ നമ്മളൊരു സയന്റിസ്റ്റുമാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐസർ തെരഞ്ഞെടുക്കുമ്പോൾ സെറ്റിൽ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ. ഇപ്പൊ സാധാരണ MBBS അല്ലെങ്കിൽ BTech അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്താൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ, 5-6 വർഷം കഴിയുമ്പോഴേക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി ഒരു സെറ്റിൽ ചെയ്യാനുള്ള ഒരു നിലയിലെത്തി കാണും. പക്ഷെ ഐസറിൽ 5 വർഷം കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ഡിഗ്രി മാത്രമാണ് കിട്ടുന്നത്, ഒരു ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി. സാധാരണ നമ്മുടെ കുട്ടികൾ എല്ലാ ഐസറിലുള്ള കുട്ടികൾ അവിടെ നിർത്താറില്ല. ബഹുഭൂരിപക്ഷം കുട്ടികളും ഹയർ സ്റ്റഡീസിന് പോകുന്നതാണ് കാണാറ്, അതായത് PhDക്ക്. അപ്പോൾ ഉദാഹരണത്തിന് ഐസർ തിരുവനന്തപുരത്ത് ഏകദേശം 90 to 95% സ്റ്റുഡൻസ് എവറി ബാച്ച് ഹയർ സ്റ്റഡീസിന് പോകാറുണ്ട്. യൂഷ്വലി അവർ പോകുന്നത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ ഒക്കെയാണ്. UK-ലേക്കും പോകാറ് കുറച്ചൊക്കെ ആൾക്കാർ. ബാക്കിയുള്ള കുറച്ച് ചെറിയൊരു ശതമാനം ഇന്ത്യയിൽ തന്നെ PhD ചെയ്യാറുണ്ട്. അതിലും ചെറിയൊരു ശതമാനം ഡയറക്റ്റ് ജോലിക്ക് തന്നെ പോകാറുണ്ട്. MSc BS MS കഴിഞ്ഞ ശേഷം ഉള്ള ജോലിക്ക് തന്നെ പോകാറുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെട്ടെന്ന് സെറ്റിൽമെന്റ് നടക്കില്ല. PhD ഒക്കെ കഴിഞ്ഞാലാണ് ഒരു നല്ല നിലയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. അത് നല്ല നിലയിൽ എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ MBBS BTech അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുന്നതിനെക്കാളും മച്ച് ബെറ്റർ നിലയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്താണ് BSMS കോഴ്സ്? 5 വർഷത്തെ കോഴ്സാണ്. അതിൽ ആദ്യത്തെ 1-1.5 വർഷം എല്ലാ വിഷയവും പഠിക്കണം. ഓരോ ഐസറിലും ഡിഫറെന്റ് ആണ് ആ ഒരു സമയം. അതുകൊണ്ടാണ് ഞാൻ 1, 1.5, 2, ചില ഐസറിൽ 2 വർഷം പഠിക്കണം. ആദ്യത്തെ 2 വർഷം, 1 വർഷം മുതൽ 2 വർഷം വരെ എന്ന് പറയാം. എല്ലാ സബ്ജക്റ്റും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിക്കണം. എന്നിട്ട് അടുത്ത സ്റ്റേജിലാണ് ഒരു വിഷയത്തിൽ മേജർ ചെയ്യുന്നത്. പിന്നെ മറ്റ് കോഴ്സുകളും എടുക്കാം, മറ്റ് സബ്ജക്റ്റുകളും എടുക്കാം ആസ് എ മൈനർ കോഴ്സസ്. 5 വർഷമാണ്. 5ാമത്തെ വർഷം ഫുള്ളി റിസർച്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ വർഷം മുതൽ കുട്ടികൾക്ക് റിസർച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. കുട്ടികൾ ഒരുപാട് ഇന്റർനാഷണൽ പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്ത കേസുകളുണ്ട്. ഐസർ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് BSMS കുട്ടികൾ നല്ല റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അവരുടെ CV-ക്ക് നല്ലൊരു കാര്യമാണ്. അവർക്ക് PhD-ക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് പറയാം. 5 വർഷത്തെ കോഴ്സാണ്. എല്ലാ വിഷയത്തിലും, എല്ലാ ബേസിക് സയൻസിലും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇങ്ങനെയുള്ള ബേസിക് വിഷയങ്ങളിൽ ഉള്ള BSMS ഡിഗ്രിയാണ് മെയിൻ ആയിട്ട് എല്ലാ ഐസറിലും ഉള്ളത്. കൂടാതെ ചില ഐസറുകളിൽ പ്രത്യേക കോഴ്സുകളുണ്ട് അടുത്ത കാലത്ത് സ്റ്റാർട്ട് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, ഐസർ തിരുവനന്തപുരത്ത് BSMS I² സയൻസ് എന്നൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡാറ്റാ സയൻസ് ഉണ്ട്. ഐസർ കൽക്കട്ടയിൽ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു
കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഭോപ്പാലിൽ എക്കണോമിക് സയൻസ് 4 വർഷത്തെ എക്കണോമിക് സയൻസ് എന്നൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഐസർ തിരുപ്പതിയിൽ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഐസർ ഭോപ്പാലിൽ 4 വർഷത്തെ ബിടെക് കോഴ്സും ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നിങ്ങനെ വിഷയങ്ങളിലാണ് ബിടെക് ഐസർ ഭോപ്പാൽ കൊടുക്കുന്നത്. അപ്പോ കീമില് നല്ലൊരു റാങ്ക് ലഭിക്കാതെ കുട്ടിക്ക് വേണമെങ്കിൽ ഐസർ പരീക്ഷ എഴുതാം, ബിടെക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻട്രൻസിന്റെ മാർക്ക് മാത്രമേ എടുക്കാറുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിന്റെ മാർക്ക് എടുക്കാറില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിലെ കുട്ടികൾക്ക് ഈ കീം പരീക്ഷയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോർഡ് മാർക്ക് കൂടി എൻട്രൻസ് മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നഷ്ടം വരാറുണ്ട്. ആ ഒരു നോർമലൈസേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് കുറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ല ബ്രൈറ്റ് ആയ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഐസർ പരീക്ഷ എഴുതിയിട്ട് എഞ്ചിനീയറിംഗ് വരാം. ഒരു ഐസർ 1-2 ഐസർ ബിടെക് എഞ്ചിനീയറിംഗ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ പറയുന്നു. ഇനി എത്ര സീറ്റുകളാണ് ഈ എല്ലാ ഐസറുകളിലും കൂടി ഉള്ളത് എന്ന് നോക്കാം. അതൊരു കൃത്യമായ നമ്പർ ഇല്ല, ഓരോ വർഷവും അത് ചെറിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ഏകദേശം 1500-നും 2000-നും ഇടയിലുള്ള കുട്ടികളെ എല്ലാ ഐസറുകളും കൂടി എടുക്കാറുണ്ട്. 7 ഐസറുകളും കൂടി 1500 മുതൽ 2000 കുട്ടികളുടെ ഇൻടേക്ക് ആണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. അടുത്തത് എങ്ങനെയാണ് അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻട്രൻസ് മാത്രം വഴിയാണ്. ഐസർ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ IIT എന്നാണ് പറയുന്നത്. അത് എല്ലാ ഐസറുകളും ഒന്നിച്ച് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഓരോ വർഷം ഓരോ ഐസർ ആ പരീക്ഷ നടത്തുന്നു എന്ന് മാത്രം. ഇപ്രാവശ്യം നടത്തുന്നത് ഐസർ തിരുപ്പതിയാണ്. ഈ എൻട്രൻസ് പരീക്ഷ മാർക്ക് മാത്രമേ എടുക്കാറുള്ളൂ. 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. 15 വീതം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓരോ വിഷയത്തിൽ നിന്നും 15 വീതം ക്വസ്റ്റ്യൻ, അങ്ങനെ 60 ക്വസ്റ്റ്യൻ ആണ്. ഒരു ശരിയായ ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റായ ഉത്തരത്തിന് -1 മാർക്ക്, അറ്റംപ്റ്റ് ചെയ്യാത്തതിന് 0 മാർക്ക്. അതൊക്കെ സാധാരണ എൻട്രൻസ് പോലുള്ള ഒരു രീതി തന്നെയാണ്. അപ്പൊ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തിയററ്റിക്കൽ മാക്സിമം 240 ആണ്. 60 × 4 240 ആണ്. പക്ഷെ ഒരു കുട്ടിക്കും 240 ആ റേഞ്ചിലൊന്നും കിട്ടാറില്ല. ഒരു 150, 200 ഒക്കെ വന്നാൽ അതൊക്കെ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നുള്ളൊരു കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അതൊക്കെയാണ് അതിന്റെ റേഞ്ച്, ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നത്. ഒരു 100 മാർക്കിനടുത്തൊക്കെ വന്നാൽ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റിൽ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐസർ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം എത്ര കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ കഴിഞ്ഞ വർഷം 1,00,000-ൽ പരം കുട്ടികൾ അപ്ലൈ ചെയ്തിരുന്നു. ഈ വർഷവും അത് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു 1,00,000 കുട്ടികൾ അപ്ലൈ ചെയ്താൽ ഒരു 2000 കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1500 കുട്ടികളെ എടുക്കുന്നുണ്ടെങ്കിൽ 1.5% മുതൽ 2% വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് കീമിന്റെ പരീക്ഷയിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീം പരീക്ഷയിൽ ഏകദേശം അപ്ലൈ ചെയ്ത ഓൾമോസ്റ്റ് 75%, മോർ ദാൻ 75% ആൾക്കാരും റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല, ഏകദേശം ഒരു 2% ഒക്കെ വരുള്ളൂ. എങ്ങനെയുള്ള എക്സാം ആണ് ഇത്? ലെവൽ ഓഫ് എക്സാം എന്ന് വെച്ചാൽ ഒരു IIT JEE ലെവൽ എക്സാം ആയിരിക്കും. കീമിന്റെ എൻട്രൻസിനെക്കാണെങ്കിൽ ഒരുപാട് ടഫ് തന്നെ ആയിരിക്കും. അത് ചിലപ്പോഴും ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലപ്പോഴും അത് മെയിൻ ലെവലിലായിരിക്കും, ചിലപ്പോഴും മെയിനിന്റെ അഡ്വാൻസിന്റെ ഇടയിലുള്ള ഒരു കുറച്ചുകൂടി ഹയർ ലെവലിലാവാം. എന്തായാലും ഇതൊക്കെ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഏറ്റവും നമുക്ക് ഇത്രയും കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും 1 മുതൽ 2% വരെ കുട്ടികളെ എങ്ങനെയാലും എടുക്കും. ഇതിന്റെ എൻട്രൻസ് പരീക്ഷ മെയ് 25-നാണ് നടക്കുന്നത്. മെയ് 25, 2025 രാവിലെ 9 മണിക്കാണ് പരീക്ഷ. അപ്പൊ ആർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിൽ ഏതെങ്കിലും 3 സബ്ജക്ട് +2 ലെവലിൽ പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വേറൊരു ക്രൈറ്റീരിയ 60% മാർക്ക് വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ്. 2ാമത്തെ ഇയർ, അതായത് +2 ലെവലിൽ അതായത് 2ാം വർഷം 60% മാർക്ക് വാങ്ങിച്ചിരിക്കണം. ഇത് 3 മതി. അതായത് ഈ പരീക്ഷയിൽ എൻട്രൻസ് പരീക്ഷയിൽ 4 വിഷയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഈവൻ 3 പഠിച്ച കുട്ടികളും ഒരുപാട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറി വരാറുണ്ട്. അതായത് 3 നല്ലവണ്ണം പഠിച്ച കുട്ടികൾക്ക്, ബ്രൈറ്റ് ആയ കുട്ടികൾക്ക് വരാം. പിന്നെ അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്ക് മാത്സ് കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കണക്ക് കാണിക്കുന്നത്. നമ്മൾ സാധാരണ മാത്തമാറ്റിക്സും ബയോളജിയും വളരെ ലെവൽ കുറച്ചിട്ടാണ് ഇനീഷ്യൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ പ്രാപ്തരാക്കുന്നത്. അതിനുശേഷമാണ് ഹാർഡർ ലെവൽ കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. +2-ന് ബയോളജിയും മാത്സും പഠിക്കാത്ത കുട്ടികൾക്കും ഐസറിൽ ഒന്ന് പഠിക്കാം, അതിന് വലിയ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. കഴിഞ്ഞ മാർച്ച് 10 മുതൽ ഇത് ഓപ്പൺ ആണ്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പൊ പരീക്ഷയുടെ റിസൾട്ട് വരണം എന്നില്ല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. +2 പരീക്ഷ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പരീക്ഷയുടെ റിസൾട്ട് വരണം എന്നില്ല, വന്ന ശേഷം അത് അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോഴും തന്നെ അപ്ലൈ ചെയ്ത്
എല്ലാം ശരിയാക്കി വെക്കുക. ചില ഡോക്യുമെന്റ്സ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ വെബ്സൈറ്റ് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഐസർ അഡ്മിഷൻ എന്ന ഒരു വെബ്സൈറ്റ് iceradmissions.in എന്നുള്ളൊരു വെബ്സൈറ്റ് ആണ്. അതിന്റെ എക്സാക്ട് ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷനുള്ള ലിങ്ക് ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ചോയ്സ് ആണ്. ഇപ്പൊ 7 ഐസർ ഉണ്ട്, ഏതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്, ഏതാണ് സെക്കൻഡ് ചോയ്സ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഏത് ഐസറാണ് ആദ്യം ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്, സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളും അങ്ങനെയായിട്ട് ഏതാണ് ഫില്ല് ചെയ്യേണ്ടത്, ഏതാണ് നല്ല ഐസർ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ ഏതാണ് നല്ല ഐസർ അല്ലെങ്കിൽ ഏതാണ് രണ്ടാമത്തെ ഐസർ എന്നുള്ള കമ്പാരിസൺ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോഴേ ഇന്റർനെറ്റിലൊക്കെ കിട്ടിക്കാണും. അത് ഈ കോഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോ ആ കമ്പാരിസൺ എർഫ് റാങ്കിങ് ഒക്കെ റിസർച്ച് ബേസ്ഡ് ഇതാണ്. എത്ര പേപ്പർ അവർ പബ്ലിഷ് ചെയ്യുന്നു, അപ്പൊ അവർ എത്ര ഫാക്കൽറ്റി അവിടെയുണ്ട്, എത്ര സ്റ്റുഡൻസ് അവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്തു, എത്ര അലുമിനി ഉണ്ട് എന്നിങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും വെച്ചിട്ടുള്ള ഒരു റാങ്കിങ് ആണ്. അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെർഫോമൻസ് റാങ്കിങ് അല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ആ ഒരു റാങ്കിങ് വെച്ചിട്ടല്ല BSMS കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത് മാസ്റ്റർ ഡിഗ്രി വരെ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ എന്താ വെച്ചാൽ ഏത് ഐസറിൽ പഠിച്ച കുട്ടികളാണ് കൂടുതൽ സെറ്റിൽ ആവുന്നത്, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് കുട്ടികളാണ് ഹയർ സ്റ്റഡീസിന് പോകുന്നത്, എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ് സെറ്റിൽ ആവുന്നത് എന്നുള്ള ആ ഒരു കണക്കാണ് വേണ്ടത്. അപ്പൊ അത് ചിലപ്പോഴും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓരോ ഐസറിന്റെ വെബ്സൈറ്റിൽ പോയാലും ചിലപ്പോഴും കിട്ടുമായിരിക്കും. ഇപ്പൊ ഞാൻ ഐസർ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു. ഏകദേശം 90 to 95% സ്റ്റുഡൻസ് ഗോ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ് ഇവിടുത്തത്. അപ്പൊ അതാണ് നോക്കേണ്ടത്, അല്ലാതെ റാങ്കിങ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എങ്കിലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ബിറ്റ്വീൻ ഐസേഴ്സ് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈവൻ കോഴ്സ് സ്ട്രക്ചറിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് പിന്നീട്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്കോ ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ എഡ്യൂക്കേഷണൽ സംബന്ധമായ വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.